വെൽക്കം ടു കെ എ ഫോക്കസ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിനകത്ത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസിനകത്ത് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പം ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണോ എന്ന് അറിയാനായിട്ട് മെയിനായിട്ട് നമ്മൾ രണ്ട് സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സ്റ്റെപ്പ് വണ്ണിൽ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതായത് എഫ് ഡാഷ് എക്സ് എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. സ്റ്റെപ്പ് വണ്ണിൽ എഫ് ഡാഷ് എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് എന്ന് പറയത്തില്ലേ, അതെന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇനി സ്റ്റെപ്പ് ടൂവിൽ നമുക്ക് കിട്ടിയ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കും. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഇനി എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് എക്സ് ഈക്വൽ ടു 5x + 2 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഈ തന്നിരിക്കുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5x + 2 ആണ്. നമ്മളിതിൻ്റെ എഫ് ഡാഷ് എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഡെറിവേറ്റീവ് 5xൻ്റെ ഡെറിവേറ്റീവ് 5 ആണ്. 2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, അത് 0 ആണ്, എഴുതേണ്ട കാര്യമില്ല അല്ലേ. നമുക്ക് 5 കിട്ടി. ഇനി എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ക്ലിയർ ആയോ? ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണേ, നേരത്തെയൊക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു 3x³ - 3x² + 4x where x is the element of R increasing on R. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒന്ന് എടുത്തെഴുതാം. x³ - 3x² + 4x ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് അല്ലേ. എഫ് ഡാഷ് എക്സ് എടുക്കുമ്പം x³ ഡെറിവേറ്റീവ് 3x² ആണ്. -3 അതുപോലെ എഴുതാം. x²ൻ്റെത് 2x ആണ് അല്ലേ. അപ്പോൾ 3 × 2 വരുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? 6x. ഓക്കെ, ഇവിടെ നോക്കിയോ, 3x² അല്ലേ. 3x² എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഡി ബൈ ഡി എക്സ് എടുക്കുമ്പോൾ 3 അതുപോലെ എഴുതാം. x²ൻ്റെത് 2x ആണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് 6x. ക്ലിയർ അല്ലേ? 6x ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ കൊടുത്തു +4xൻ്റെ 4. ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നമുക്കൊന്ന് അറിയണം. അതിനായിട്ടൊരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് 3x² - 6x + 4നെ 3 + 1 എന്നങ്ങ് എഴുതുക. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 3 നമുക്ക് കോമൺ ആയിട്ട് അങ്ങ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് 3 കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ 4 ആണ്. അപ്പോൾ എളുപ്പത്തിന് നമ്മൾ 3 + 1 എന്നങ്ങ് കൊടുത്തു. എന്നിട്ട് ഈ മൂന്നെണ്ണത്തിനകത്ത് നിന്ന് 3 അങ്ങ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി എന്ത് കിട്ടി? x² - 2x + 1 ബ്രാക്കറ്റിന് പുറത്തൊരു +1 ഉണ്ട്. ശരിയാണോ? ദാറ്റ് ഈക്വൽ ടു 3 × x² - 2x + 1 എന്ന് പറയുന്നത് x - 1 ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ. x² - 2x + 1 എന്ന് പറയുന്നത് x - 1 ദ ഹോൾ സ്ക്വയർ ആണ്. പ്ലസ് ഇവിടെ എന്ത് വന്നു? ഒരു 1 കൂടി വന്നു. ഇനി ഇതിനകത്ത് നോക്കിയേ, 3 എന്ന് പറയുന്നത് പോസിറ്റീവാണ്, 1ഉം പോസിറ്റീവാണ്. ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ എടുത്താലും അത് പോസിറ്റീവാണ്. അപ്പം 3x - 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും.
3 ഗ്രേറ്റർ ദാൻ 0 ആണ്, +3 ആണ്, ഇതും +1 ആണ്, അതും ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറയാം? f'(x)ഉം ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാം. f'(x) ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ക്ലിയർ ആയോ? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുതേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. e⁻²x ആണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ r. ഫസ്റ്റ് സ്റ്റെപ്പ് f'(x) നമുക്ക് കിട്ടണം അല്ലേ? നമ്മൾ അതിൻ്റെ f'(x) ഫൈൻഡ് ഔട്ട് ചെയ്തു. e⁻²x ഡെറിവേറ്റീവ് അത് തന്നെയാണ്. അപ്പം e⁻²x തന്നെയാണ്. 2x ഡെറിവേറ്റീവ് 2 ആണ്. ദാറ്റ് ഈസ് 2 × e⁻²x എന്ന് വരും. ശരിയാണോ? ഇനി e⁻²x എന്ന് പറയുന്നത് ശരിക്കും e⁻x² ആണ്. e⁻x² ആണ് അല്ലേ? അപ്പം അതൊരു സ്ക്വയർ ടേം ആണല്ലോ. അതെന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ? 2ഉം ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറയാം? f'(x) ഗ്രേറ്റർ ദാൻ 0. ഇൻക്രീസിങ് ഫംഗ്ഷൻ. ക്ലിയർ? എന്നതാണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ. ടൈപ്പൊക്കെ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയരുതും, പഠിച്ചോണം കേട്ടോ. ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് sin x ആണ്. ഇൻക്രീസിങ് ഇൻ 0 to π/2 ഇൻക്രീസിങ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. എന്നിട്ട് ബാക്കി പതുക്കെ താഴേക്ക് പോവാം. ഓക്കെ, ആദ്യം നമുക്ക് f'(x) എന്താന്നുള്ളത് നമുക്ക് കിട്ടണം. fx ആണ് sin x. അങ്ങനെയെങ്കിൽ f'(x) എന്തായിരിക്കും? cos x ആയിരിക്കും അല്ലേ? cos x ആയിരിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് വണ്ണിൻ്റെ സൊല്യൂഷൻ നോക്കാം. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ 0 to π/2 ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വാഡ്രന്റ് വരയ്ക്കുമ്പം 0 π/2 ഇതാണ് അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിനകത്ത് ഓൾ പോസിറ്റീവ് ആണ്, എല്ലാം പോസിറ്റീവ് ആണ് അല്ലേ? ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഓർത്തിരിക്കാൻ എളുപ്പം. ഓൾ സ്റ്റുഡൻസ് ഓക്കെ ടേക്ക് കോഫി. ഓൾ പോസിറ്റീവ്. സൈനും കൊസീക്കും പോസിറ്റീവ്, ടാനും കോട്ടും പോസിറ്റീവ്, കോസും സീക്കും പോസിറ്റീവ്. അപ്പം 0 to π/2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഓൾ പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് cos x പോസിറ്റീവ് ആയിരിക്കും. cos x പോസിറ്റീവ് ആണെങ്കിൽ അത് എന്തായിരിക്കും? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? f'(x) എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ അത് ഇൻക്രീസിങ് ആണ്. ക്ലിയർ? തന്നിരിക്കുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി സെക്കൻഡ് വൺ വരുമ്പം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡിക്രീസിങ് ഇൻ π/2 to π/2 തുടങ്ങി π വരെ നമ്മൾ നോക്കുമ്പോൾ ഡിക്രീസിങ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് π/2, ഇത് π. ഇവിടെ സൈൻ മാത്രമേ പോസിറ്റീവായിട്ട് വരുള്ളൂ. സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവായിട്ട് വരുള്ളൂ. എന്ന് വെച്ചാൽ കോസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. f'(x) എന്ന് പറയുന്നത് <0 ആണ്. <0 ആണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. ലാസ്റ്റ് നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഇൻ 0 to π. 0 to π വരുമ്പോൾ ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും ആണെന്ന്
പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തേർഡ് വരുമ്പോഴത്തേക്കും സീറോ പൈ ബൈ 2 പൈ അല്ലേ. ഇവിടെ കോസ് ഫങ്ഷൻ പോസിറ്റീവാണ്, ഇവിടെ കോസ് ഫങ്ഷൻ നെഗറ്റീവാണ് അല്ലേ. പൈ ബൈ 2 to പൈ നെഗറ്റീവാണ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഒരിടത്തും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുമില്ല. അതായത് ഈ ഇൻ്റർവെല്ല് 0 to പൈ എന്ന് പറയുന്ന ഇൻ്റർവെല്ല് കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് കുറയുന്നുമില്ല. ശരിയാണോ? കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൂടിക്കൊണ്ടിരിക്കുന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുമല്ല. ഇവിടെ കൂടുന്നുണ്ട്, പക്ഷെ ഇവിടെ കുറയുവാണ്. എന്ന് വെച്ചാൽ നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്, നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഫംഗ്ഷൻ. ക്ലിയർ? അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിയും ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളൊക്കെ കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, ഒരു ലൈക്ക്, ഒരു സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു.